വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി പ്രസംഗം തുടർന്ന് പത്തനംതിട്ടയിലെ CPM നേതാക്കൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൈ മാത്രമല്ല കാലും വിട്ടും എന്ന് ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ ജോസഫ് പറയുകയാണ്. വനം വകുപ്പിനെതിരെ CPM നടത്തിയ ഫോറസ്റ്റ് സ്റ്റേഷൻ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു ജെയ്സൺ ജോസഫ്. ഇവിടെ തോളെ തട്ടിയതിന്റെ പേരിൽ കൊല നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും നിന്ന് പറഞ്ഞാൽ അവൻ ഈ നാട്ടിലെ മുഴുവൻ കൊള്ളക്കാരനാണ്, കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിലപാട് സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലൊക്കെ ഇവർ കള്ളക്കേസും ഇത്തരത്തിൽ അതിക്രമവും കൊണ്ടൊക്കെ ഇവരെ അഴിഞ്ഞാടാമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ ഒന്ന് ഇവിടെയുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ തന്നത്തോട്ടുള്ള ലോക്കൽ സെക്രട്ടറി പറഞ്ഞത് കാര്യമെട്ടുമെന്നുള്ളതാണ്. ഞങ്ങൾ ജനകീയ ജനാധിപത്യ വിപ്ലവം മാത്രമല്ല സായുധ വിപ്ലവം നടത്തുന്നതിന് വേണ്ടിയും അറിയാവുന്നതാണ്. കാല് മാത്രമല്ല കൈയും വെട്ടി നിങ്ങളുടെ ഈ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ അറിയാവുന്നവരാണ് ഞങ്ങൾ. ശ്രീകുമാരൻ ചേരുന്ന ഒരാൾ പറയുന്നു കൈ വെട്ടും, ഒരാൾ പറയുന്നു കൈ മാത്രമല്ല കാലും വെട്ടും എന്ന് പറയുന്നു. സായുധ വിപ്ലവം ഒക്കെ നടത്താൻ അറിയാമെന്നൊക്കെ പറയുന്നു. ഏത് കോണ്ടക്സ്റ്റാണെന്ന് അറിയില്ല. ശ്രീത്ത്, എന്തുകൊണ്ടാണ് അവിടുത്തെ ഡിവൈഎഫ്ഐക്ക് വനം വകുപ്പിനോട് ഇത്ര പകയുണ്ടാവാനുള്ള കാരണം? അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ തണ്ണിത്തോട്ടെ ലോക്കൽ സെക്രട്ടറി ഒരു പരാമർശം നടത്തുന്നത്. CITUവിന്റെ കൊടി തൊട്ടാൽ ഞങ്ങൾ കൈവെട്ടുമെന്ന് കൃത്യമായ രീതിയിൽ പറയുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ തൊട്ടടുത്ത് കൊച്ചുകോയിക്കലിൽ കഴിഞ്ഞ ദിവസം പട്ടയഭൂമിയിൽ നിന്ന് മരം മുറിച്ചു എന്ന് പറഞ്ഞ് വനംവകുപ്പിന്റെ പരിശോധന നടന്നിരുന്നു. ആ മേഖലയിൽ നാട്ടുകാരാകെ പ്രതിഷേധത്തിലായിരുന്നു. ആ സമയത്താണ് ഒരു തർക്കം നടക്കുന്നതും ഒരു വീഡിയോ പുറത്തു വരുന്നു, വനംവകുപ്പിന് തടയുന്നതടക്കമുള്ള ഒരു വീഡിയോ പുറത്തു വരുന്നതും. അതിന്റെ ഭാഗമായാണ് കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടന്നത്. അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ ജോസഫ് അവിടുത്തെ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. ജെയ്സൺ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ തുടർന്നു കഴിഞ്ഞാൽ തണ്ണിത്തോട്ട ലോക്കൽ സെക്രട്ടറി വരുന്ന കൈ മാത്രമല്ല കാലും വെട്ടിയെടുക്കും എന്നാണ് ജെയ്സൺ പറയുന്നത്. ഇത് കൂടാതെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സായുധ സമരം, ജനകീയ ജനാധിപത്യ വിപ്ലവം ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ സായുധ സമരം തങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയാമെന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്തായാലും CPM നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ഭീഷണി പ്രസംഗമൊക്കെ നടത്തി വലിയ വിവാദമായിട്ട് കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത്തരം വിവാദമായെങ്കിലും സ്വാഭാവികമായി വീണ്ടും അത് തന്നെ തുടരുകയാണ്. ജനങ്ങൾക്കൊപ്പമാണ്, നാട്ടുകാർക്കൊപ്പമാണ് എന്നൊരു പ്രഖ്യാപനമാണ് അവർ നടത്തുന്നത്. സ്വാഭാവികമായി ഇത്തരത്തിലുള്ള വിവാദ പ്രസംഗങ്ങൾക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നും SPA ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംഘടന കണ്ടിരുന്നു. പക്ഷേ ഇതുവരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഹാഷ്മി, ഉദ്യോഗസ്ഥർ കൈവെട്ടും കാലുവെട്ടും എന്താണ് വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നൊക്കെ ഒരു പഴയ മുദ്രാവാക്യമുണ്ട്. എന്ന മട്ടിൽ സായുധ വിപ്ലവം നടത്തുമെന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് വനം വകുപ്പിനെതിരെ അവർ അത്തരത്തിൽ പറയുന്നത്? വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും കടുത്ത എതിർപ്പ് ഉയർത്തുന്ന എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതാണ്. ആ പ്രശ്നം അവിടെ രമ്യമായി പരിഹരിക്കപ്പെടട്ടെ എങ്ങനെയാണെങ്കിലും.